ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും ഇത് കുറച്ച് ചെത്തുപിള്ളേർ കാടും കാട്ടാറും കാട്ടുമക്കളെയും കാണുവാനായി ജീപ്പിൽ ഓഫ് റോഡ് യാത്ര ചെയ്യുന്നതാണ് എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽപ്പെട്ട മാമലക്കണ്ടം എന്ന സ്ഥലത്തു നിന്നാണ്. അവിടെയുള്ള കൊയിനിപ്പാറ എന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് സ്കൂളിൽ പോകുന്നതിനോ ആശുപത്രികളിൽ പോകണമെങ്കിലോ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയെല്ലാം വാങ്ങുന്നതിന് ഏക ആശ്രയമാണ് ഈ റോഡ്. ഈ റോട്ടിലൂടെ ഇങ്ങനെ പോയാൽ മാത്രമേ, കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ തൊട്ടടുത്തുള്ള ടൗണിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുവാനോ, ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണുവാനോ, കുട്ടികൾക്ക് പഠിക്കുവാനായി സ്കൂളിലെത്തുവാനോ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടി 70 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ നാടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അതും കേരളത്തിലാണ് എന്നതാണ് നമ്മളെ നാണം കെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഇത് കേരളത്തിലെ തന്നെ സമ്പന്ന ജില്ലയായ എറണാകുളം ജില്ലയിൽപ്പെട്ട പ്രദേശമാണ്. കോതമംഗലം താലൂക്കിൽപ്പെട്ട മാമലക്കണ്ടമാണ് ഈ പ്രദേശം. ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമെത്തും രാഷ്ട്രീയക്കാർ. തങ്ങൾ റോഡുണ്ടാക്കി തരാം, ഇവിടെ വൈദ്യുതി എത്തിക്കാം, വെള്ളം എത്തിക്കാം എന്നെല്ലാം പറഞ്ഞ് വോട്ട് ചോദിച്ചു വരും. വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് രാഷ്ട്രീയക്കാരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് ഇവിടെയുള്ള പാവങ്ങളിൽ പാവങ്ങളായ നാട്ടുകാർ പറയുന്നത്. എന്തിനാണ് രാഷ്ട്രീയക്കാരെ, എന്തിനാണ് സർക്കാരെ ഈ പാവങ്ങളെ പറ്റിക്കുന്നത്? ഇവർക്കൊരു നല്ല റോഡുണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവരുടെ വോട്ടും വാങ്ങി ജയിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇവർക്ക് അത്യാവശ്യം വേണ്ട റോഡ്, വൈദ്യുതി, വെള്ളം എന്നിവയെല്ലാം എത്തിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഈ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ ഒരല്പം ഉളുപ്പ് എന്നത് രാഷ്ട്രീയക്കാർക്കില്ലല്ലോ അല്ലേ? വോട്ട് ചെയ്യുന്ന ജനം കഴുതയാകുന്ന അവസ്ഥയാണ് മാമലക്കണ്ടത്തെ കൊയിനിപ്പാറയിലുള്ളവർക്ക്. എന്ന് മാറും ഇവരുടെ ഈ ദുരിതം?